നമുക്ക് റേഷനരി വെച്ചിട്ടൊരു അടിപൊളി പലഹാരം റെഡിയാക്കി എടുക്കാം. നമുക്ക് റേഷനരി കിട്ടുമ്പോൾ നല്ല പശയുള്ള അരിയായിരിക്കുള്ളൂ നമുക്കതും കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പശയുള്ള അരിയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, റേഷൻ പച്ചരി എടുത്തിട്ടുണ്ട്. നല്ല പശയുള്ള അരിയാണിത്, നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു രമ്പയുടെ ഇലയാണ്, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇത് 2 കപ്പോളം തേങ്ങാപ്പാലുണ്ട്. നമുക്കൊരു പാനിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഈ രമ്പയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. രമ്പയുടെ ഇല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്, നല്ല ബിരിയാണി റൈസിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരും. ഇനി ഇതിലേക്ക് നമുക്ക് അരിയും കൂടി ചേർത്തിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. ശരിക്കും നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നും അരി. അപ്പോൾ നമ്മൾ റേഷൻ അരിയാണ് യൂസ് ചെയ്യണമെങ്കിൽ പശയുള്ള അരി ആയിരിക്കുള്ളൂ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടും നമുക്ക്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആ രമ്പയില മാറ്റിയിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുന്നത്. 50 ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പോളം തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 3-4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീനും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കാം. അരഞ്ഞ് പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടങ്ങട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഫില്ലിങ് നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണിത്. നമുക്കിത് ചോറിൻ്റെ കൂടെ വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ ചെമ്മീൻ തോരനൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. ഞാനിപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഫില്ലിങ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഫില്ലിങ് റെഡിയാക്കാം. ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും ഫില്ലിങ് റെഡിയാക്കാം. അതുപോലെ വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മീറ്റോ വെച്ചിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറ് അത്യാവശ്യം ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെന്തിട്ടുള്ള ചോറാണിത്. ഇനി ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കാനായിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ബോൾസാക്കി റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിലൊന്ന് എണ്ണ തടവിട്ട് ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ കോഴിക്കട്ട ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയാണിത്. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ അതുപോലെ ബോളാക്കിയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കെല്ലാം അതുപോലെ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ എണ്ണ തടവി കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ എല്ലാ ബോൾസും അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബ്രെഡ് പൊടിയിൽ ഇത് പൊതിഞ്ഞെടുക്കണം. മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ബ്രെഡ് പൊടി ഉണ്ടാക്കുന്നത് ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കരികരിപ്പായിട്ട് നമുക്ക് കിട്ടും. ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടി പൊതിഞ്ഞിട്ട് നമുക്കിതെല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ബോൾസ് എല്ലാം ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ അധികം ചൂടാവണേക്ക് മുമ്പായിട്ട് വേണം ഇടാനായിട്ട്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം തീയിലിട്ടിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്ത് കോരി എടുക്കാം. എപ്പോഴും ഇളക്കി കൊടുക്കരുത്, ഇളക്കി കൊടുത്താൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്തിട്ട് ഒരുവിധം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറൊക്കെ അബ്സോർബ് ചെയ്തോളും. വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൂടെ തന്നെ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ ഞെക്കണം.